തർക്കങ്ങൾക്ക് ഒടുവിൽ വിരാമമായി. നേപ്പാളിൽ സുശീല കർക്കി ഇടക്കാല പ്രധാനമന്ത്രിയാകും. ഇന്ന് രാത്രി 9 മണിക്ക് ആണ് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കുക. നേപ്പാളിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായിരിക്കും സുശീല കർക്കി. നേപ്പാൾ വൈദ്യുതി വകുപ്പ് മുൻ MD കുൽമാൻ ഗിസിങ്ങിനെയും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ആദ്യം പരിഗണിച്ചിരുന്നു. എന്നാൽ തർക്കമൊക്കെ ഒഴിഞ്ഞ് അവസാനം ഇവർ തന്നെ പ്രധാനമന്ത്രിയാകുന്നു. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ ജിഷ്ണു രവീന്ദ്രൻ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് തത്സമയം ചേരുകയാണ്. ജിഷ്ണു, പറയൂ. SKN 4 ദിവസം നീണ്ട രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്ക് ഒടുവിൽ അവസാനമാവുകയാണ്. ഒരു പരിസമാപ്തിയിലേക്ക് എത്തുകയാണ്. സുശീല കർക്കി എന്ന നേപ്പാളിലെ മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇപ്പോൾ ഇടക്കാല പ്രധാനമന്ത്രിയെ ചുമതലയേൽക്കാൻ പോകുന്നു. ഉടനെ തന്നെ 9 മണിക്കാണ് സത്യപ്രതിജ്ഞ നടക്കാനിരിക്കുന്നത്. നേരത്തെ തന്നെ വലിയ ചർച്ചകളായിരുന്നു ആരാവും ഈ ഇടക്കാല പ്രധാനമന്ത്രി എന്ന വിഷയത്തിൽ നടന്നുകൊണ്ടിരുന്നത്. കുൽമാൻ ഗിസിങ്ങിനെ ഒരുപക്ഷം പ്രക്ഷോഭകർ ഉയർത്തിക്കാണിക്കുകയും ഈ പറയുന്ന സുശീല കർക്കിയുടെ യോഗ്യതയും അതുപോലെ തന്നെ വയസ്സും ഒരു പ്രശ്നമാണ് എന്ന് ചൂണ്ടിക്കാണിച്ച് കുൽമാൻ ഗിസിങ്ങിനെ ആക്കണം പ്രധാനമന്ത്രി എന്നൊരു ആവശ്യം ഇവർ ഉന്നയിച്ചിരുന്നു. എന്നാൽ ഒടുവിൽ ചർച്ചകൾക്കും സമവായത്തിനും ഒടുവിൽ സുശീല കർക്കി തന്നെ പ്രധാനമന്ത്രി ആകട്ടെ എന്ന തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. നേപ്പാളിൻ്റെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയാണ് സുശീല കർക്കി എന്ന് മാത്രമല്ല സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസുമായിരുന്നു സുശീല കർക്കി. ഏറ്റവും അവസാനം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടികളെല്ലാം 2017 ഇംപീച്ച്മെന്റ് നടത്താൻ ശ്രമിച്ച ഒരു ചീഫ് ജസ്റ്റിസ് കൂടിയായിരുന്നു സുശീല കർക്കി. 2017 ഈ ഇംപീച്ച്മെന്റ് നീക്കത്തെ തുടർന്ന് വലിയ ജനരോഷം ഉയരുകയും ആ ജനരോഷത്തെ തുടർന്ന് ഇംപീച്ച്മെന്റ് നീക്കത്തിൽ നിന്ന് ഈ രാഷ്ട്രീയ കക്ഷികൾക്ക് പിന്നോട്ട് പോവുകയും ചെയ്യേണ്ടി വന്നിരിക്കുന്നു. ഒടുവിൽ രാജ്യത്തെ തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, അതുപോലെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെല്ലാം ഉയർത്തി ജൻസി വിഭാഗത്തിലുള്ള യുവാക്കൾ നടത്തിയ പ്രക്ഷോഭം അവസാനത്തിലേക്ക് എത്തുന്നു. ഒരു നേതാവിനെ ഉയർത്തി കാണിക്കുന്നു. ഇതാ അടുത്ത പ്രധാനമന്ത്രിയായി സുശീല കർക്കി വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. SKN. താങ്ക് യു ജിഷ്ണു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.